ഫ്ലിൻറ്റ് മാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് എൻ്റെ മനസ്സിലാക്കലുകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇരിക്കുന്നത്. ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഒരു 2% കഴിഞ്ഞ 2020 തിരഞ്ഞെടുപ്പിനേക്കാളും കുറഞ്ഞതായി കാണുന്നുണ്ട്. അതായത് 58.25% ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ പോളിംഗ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 60% ആയിരുന്നു. ഈ 2% വോട്ട് കുറവ് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ 3 മുന്നണികളും പരസ്പരം തർക്കിക്കുന്നുണ്ട്. അതിൽ NDAയുടെയും UDFൻ്റെയും നേതാക്കളും പ്രവർത്തകരും പറയുന്നത് ഭരണത്തിലുള്ള വീഴ്ച കാരണം അതിനെതിരെ വോട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടായി പോകും എന്നുള്ളത് കാരണം LDF പ്രവർത്തകർ അല്ലെങ്കിൽ LDF വോട്ടർമാർ ബൂത്തിലേക്ക് പോയില്ല, വോട്ട് ചെയ്തില്ല, അവർ പിന്മാറി നിന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. എന്നാൽ LDF പറയുന്നത് ഇവിടെ UDFനോ BJPക്കോ ഇനി എന്നും ഇവിടെ ഭരണത്തിലേക്ക് വരുന്നതിന് ആ തലത്തിലേക്ക് എത്താൻ തന്നെ കഴിയില്ല എന്നുള്ള ബോധ്യവും ഉറപ്പുമുള്ളതുകൊണ്ട് അവർ അത്രത്തോളം താല്പര്യമെടുത്തില്ല, വോട്ടിങ്ങിന് വേണ്ടി പോയില്ല. അതുകൊണ്ട് LDFൻ്റെ വോട്ട് അതുപോലെ ലഭിക്കുകയും UDFനും NDAയ്ക്കും കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഈ വോട്ടിംഗ് ശതമാനം കുറവിലൂടെ എന്നാണ് അവരുടെ അവകാശവാദം. എന്തു തന്നെയായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 58.25% എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് അത്രത്തോളം തീരെ കുറവല്ല. എല്ലാ കാലങ്ങളിലും ഈ ഏകദേശം 60% തന്നെയാണ് ഇവിടെ പോളിംഗ് നടക്കാറുള്ളത്. 1-2% അങ്ങോട്ടോ ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ടെങ്കിലും ഈ വോട്ടിംഗ് നടന്ന മേഖലകൾ നോക്കുമ്പോൾ ഈ തീരപ്രദേശത്ത് യഥാർത്ഥത്തിൽ LDFൻ്റെ കയ്യിലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ കയ്യിലുള്ളത് LDFൻ്റെ കയ്യിലാണ്. അവിടെ UDF ഒരു ചെറിയ കടന്നുകയറ്റം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കടന്നുകയറ്റം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം LDFന് വരികയും അത് LDFൻ്റെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഈ നഗരമേഖലയിൽ, നഗരത്തിൻ്റെ ഉൾമേഖലയിലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ സീറ്റുകളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയാണ് കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ UDF കഴിഞ്ഞ നേമം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതുപോലുള്ള ഒരു കടന്നുകയറ്റം നടത്തുകയാണെങ്കിൽ ആ UDFന് അത് ചിലപ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും BJPയുടെ പരാജയം ഉറപ്പാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് LDFന് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഈ UDFൻ്റെ കടന്നുകയറ്റത്തോടെ BJPക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾ പോയി എത്തുന്നത് മിക്കവാറും എല്ലാം തന്നെയും LDFൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ LDF ഇവിടെ തീരപ്രദേശത്ത് നഷ്ടപ്പെട്ട സീറ്റുകൾ അവരിവിടെ നിന്ന് തിരികെ നേടുകയും അവരുടെ പഴയ ടാലി നിലനിർത്തിപ്പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് LDFനുള്ളത്. എന്ന് തന്നെ ഇന്ന് രാവിലെ തന്നെ ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് UDFൻ്റെ സീറ്റ് നിലയും വോട്ട് നിലയും മെച്ചപ്പെടുമെന്നും NDAയുടെ സീറ്റ് നിലയും വോട്ട് നിലയും കുറെ കൂടെ മോശമാകുമെന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ശ്രീ ശബരിനാഥിനെ നമ്മുടെ പത്രക്കാർ ചെന്ന് കണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മുന്നണി ആയിരിക്കാം ഈ 3 മുന്നണികളിൽ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ ഇവിടെ വരാൻ പോകുന്നത്. അദ്ദേഹം തീർത്തും അവകാശപ്പെടുന്നില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കും, അതായത് 50-ന് മേലെ സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നു ഞങ്ങളായിരിക്കും ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ, ഒറ്റ മുന്നണി എന്നുള്ള നിലയിൽ ഏറ്റവും വലുതാവുക. അതിന് അദ്ദേഹം തെളിവായി പറയുന്നതും ശ്രീ ശിവൻകുട്ടിയുടെ പ്രസ്താവന തന്നെയാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ BJP ജില്ലാ നേതാക്കളും പറഞ്ഞത്, ഇവിടെ UDFൻ്റെ സീറ്റ് നിലയും വോട്ട് നിലയും മെച്ചപ്പെടുമെന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും പറയുന്നതനുസരിച്ച് ഞങ്ങളാകാം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പത്രക്കാരുമായി പങ്കുവച്ചത്. അപ്പോൾ ഇതിൽ എന്താണ് നടന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ നമുക്ക് 2 ദിവസം കൂടെ കാത്തിരുന്നേ കഴിയുള്ളൂ. 13-ാം തീയതി നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഈ ശ്രീ ശിവൻകുട്ടി പറഞ്ഞതാണോ ശരി, BJP നേതാക്കളാണോ പറഞ്ഞത് ശരിയാണോ, അതോ ശ്രീ ശബരിനാഥ് പറയുന്നത് ശരിയാവുമോ എന്നുള്ളത് കണ്ടിരുന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ.